കേരളത്തിൽ സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. നിലവിലെ സാഹചര്യത്തിൽ ഇനിയും വില കൂടിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വ്യാപാര രംഗത്ത് അമേരിക്കയുമായി ഇന്ത്യ നടത്തുന്ന സമവായ നീക്കങ്ങൾ വിജയം കണ്ടേക്കില്ല. ഇന്ത്യക്കെതിരെ പരുഷമായിട്ടാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇന്ത്യയും അമേരിക്കയും ഭിന്ന നിലപാട് സ്വീകരിച്ചാൽ ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിന്റെ വരവ് കുറയും. ഇന്ത്യൻ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയുന്നത് വലിയ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നു. അമേരിക്കൻ ഡോളർ ഇടിഞ്ഞിട്ടും ഇന്ത്യൻ രൂപയ്ക്ക് കരുത്തു വർദ്ധിപ്പിക്കാൻ സാധിക്കാത്തത് വെല്ലുവിളിയാണ്. ഡോളറും രൂപയും ഒരുപോലെ ഇടിയുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രചാരണം ശക്തിപ്പെട്ടതും സ്വർണ്ണവില കൂടാൻ കാരണമായിട്ടുണ്ട്. കേരളത്തിൽ സ്വർണ്ണവിലയിൽ 640 രൂപയുടെ വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. ഒരു പവൻ സ്വർണത്തിന് 74,960 രൂപയാണ് ഇന്നത്തെ വില. വരും ദിവസങ്ങളിൽ സർവ്വകാല റെക്കോർഡ് നിരക്കിലേക്ക് സ്വർണം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 80 രൂപ വർദ്ധിച്ച് 9,370 രൂപയായി. ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ 82,000 രൂപ വരെ ചെലവ് വന്നേക്കും. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 7,690 രൂപയായിട്ടുണ്ട്. 14 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5,990 രൂപയാണ് പുതിയ വില. 9 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 3,860 രൂപയായി. ആഭരണം വാങ്ങുന്നവർക്ക് നല്ലത് ഈ ക്യാരറ്റിലുള്ള സ്വർണമാണ്. അതേസമയം നിക്ഷേപമായി സ്വർണം വാങ്ങുന്നവർക്ക് മികച്ചത് 24 ക്യാരറ്റ് ആണ്. മാത്രമല്ല ETF വഴിയുള്ള സ്വർണ്ണ നിക്ഷേപവും ഇവർക്ക് ലക്ഷ്യമിടാവുന്നതാണ്. കേരളത്തിൽ വെള്ളിയുടെ വിലയിൽ ഗ്രാമിന് 2 രൂപ വർദ്ധിച്ച് 122 രൂപയിലെത്തി. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് 3,374 ഡോളറായി. ഡോളർ സൂചിക 98.88 ആയിട്ടുണ്ട്. ഡോളർ കരുത്തു കൂട്ടാത്തത് സ്വർണ്ണവില കൂടാൻ കാരണമായിട്ടുണ്ട്. ഡോളർ കരുത്തു കുറയുമ്പോൾ മറ്റു കറൻസികൾ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങൽ വൻതോതിൽ വർദ്ധിക്കും. ഇന്ത്യൻ രൂപയുടെ വിനിമയ നിരക്ക് 87.85 ആയിട്ടുണ്ട്. രൂപ വൻ ഇടിവിലാണുള്ളത്. Subscribe to One India and never miss an update.